ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആസ് എ റെസ്പോൺസിബിൾ സിറ്റിസൺ എനിക്ക് എന്റേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോ ഞങ്ങൾ മാർക്ക് വന്ന സിനിമ ചെയ്തപ്പോ നമ്മളിതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല നമ്മൾ സിനിമ ചെയ്തത്. നമ്മളൊരു സിനിമയായിട്ട് കാണുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ആ സിനിമ ചെയ്തത്. പക്ഷെ ഇപ്പൊ നടക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് അങ്ങനെ സമൂഹത്തിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എന്റെ സിനിമകളിൽ ഞാൻ വയലൻസിനെ ഇനി കാണിക്കാനായിട്ട് ട്രൈ ചെയ്യില്ല. പിന്നെ ഇനിയിപ്പോ കാട്ടാളൻ എന്നുള്ള സിനിമയിലും നമ്മൾ 3 മാസം മുൻപേ ഈ സിനിമ ഡിസൈൻ ചെയ്തൊരു സിനിമയാണ്. അതില് ഈ പറഞ്ഞ പോലെ മാർക്കോ പോലത്തെ വയലൻസ് ഒന്നും ആ സിനിമയിൽ ഇല്ലെങ്കിൽ കൂടിയിട്ട് അത്യാവശ്യം കുറച്ച് വയലൻസ് ഉള്ള സിനിമയായിരുന്നു. പക്ഷെ ഞാൻ ഈ വരുന്ന വാർത്തകളും ഇതൊക്കെ വന്നപ്പോൾ തന്നെ ഞാൻ എന്റെ ഡയറക്ടർക്കും സ്ക്രിപ്റ്റ് റൈറ്റർക്കും ഞാൻ ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞു. ഇനി നിങ്ങൾ വയലൻസ് കുറച്ചുകൊണ്ടുള്ള രീതിയിൽ എഴുതിയാൽ മതി എന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇനി എന്റെ സിനിമകളിൽ ഞാൻ വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും ഇപ്പൊ വന്ന മാർക്കോ സിനിമ വയലൻസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല. പക്ഷെ വയലൻസ് അങ്ങനെ ഒരു ഇൻസ്പയർ ആവുന്നുണ്ടെങ്കിൽ എന്റെ സിനിമയിൽ നിന്ന് ഞാനത് മാറ്റി നിർത്താൻ തയ്യാറാണ്. കാരണം എനിക്ക് എന്റെ ഉത്തരവാദിത്തമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. തീർച്ചയായിട്ടും ഇനി വയലൻസ് സിനിമകളിൽ പരമാവധി കുറച്ച് കാണിക്കുക എന്നുള്ളതായിരിക്കും എന്റെ ഉത്തരവാദിത്തം. വയലൻസ് ഇങ്ങനെ കാണിക്കണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സിനിമ കാണാനായിട്ട് ഒരു ഓഡിയൻസ് തിയേറ്ററിലേക്ക് പോകുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാവുന്നത് ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. വയലൻസ് എൻജോയ് ചെയ്യുക എന്നുള്ളതല്ല, സിനിമാറ്റിക് എക്സ്പീരിയൻസ് എൻജോയ്. അപ്പോൾ ഈ സിനിമാറ്റിക് എക്സ്പീരിയൻസ് എൻജോയ് ചെയ്യാനായിട്ട് എപ്പോഴും അതിന്റെ ഒരു ഇന്റൻസ് കാണിക്കുമ്പോഴാണ് ആ ഒരു എക്സ്പീരിയൻസ് പൂർണ്ണതയിൽ എത്തുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലായിരിക്കും ഓരോ ക്രിയേറ്റീവ് ഡയറക്ടേഴ്സ് ആയാലും ക്രിയേറ്റീവ് മൈൻഡുള്ള എല്ലാവരും ചിന്തിക്കുന്നത്. അതിന്റെ ഒരു മാക്സിമം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു വിശ്വാസത്തിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. തെറ്റായ ഒരു മെസ്സേജ് കാണിക്കാനല്ല ഒരിക്കലും അങ്ങനെ ചെയ്യുന്നത്.